നമസ്കാരം. എല്ലാവർക്കും മലയാള ദീപം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് UGC നെറ്റ് 2015 ഡിസംബർ മാസം നടത്തിയ മലയാളം പേപ്പർ 2ലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. പട്ടിക 1. A. സംസ്കൃതജന്യവാദം, B. ഭാഷാമിശ്രവാദം, C. തമിഴിൻ്റെ ഉപഭാഷാവാദം, D. മൂലദ്രാവിഡത്തിൻ്റെ സ്വതന്ത്ര ശാഖാവാദം. പട്ടിക 2. ഡോക്ടർ കുഞ്ചുണ്ണിരാജ, 2. കാൾഡ്വെൽ, 3. കോവണ്ണി നെടുങ്ങാടി, 4. ഇളംകുളം കുഞ്ഞൻപിള്ള, 5. ആറ്റൂർ കൃഷ്ണപിഷാരടി. ശരിയായ ഉത്തരം A 3, B 4, C 3, D 5. സംസ്കൃതജന്യവാദം കോവണ്ണി നെടുങ്ങാടി. സംസ്കൃതജന്യവാദം കോവണ്ണി നെടുങ്ങാടി. ഭാഷാമിശ്രവാദം ഇളംകുളം കുഞ്ഞൻപിള്ള. ഭാഷാമിശ്രവാദം ഇളംകുളം കുഞ്ഞൻപിള്ള. തമിഴിൻ്റെ ഉപഭാഷാവാദം ഡോക്ടർ കാൾഡ്വെൽ. മൂലദ്രാവിഡത്തിൻ്റെ സ്വതന്ത്ര ശാഖാവാദം ആറ്റൂർ കൃഷ്ണപിഷാരടി. ചോദ്യം നമ്പർ 2. പാട്ടിൻ്റെ ലക്ഷണത്തിൽ വൃത്തവിശേഷം സൂചിപ്പിക്കുന്നത്. ദ്രാവിഡ വൃത്തങ്ങൾ മാത്രം ഉപയോഗിക്കണം. പാട്ടിൻ്റെ ലക്ഷണത്തിൽ വൃത്തവിശേഷം സൂചിപ്പിക്കുന്നത് ദ്രാവിഡ വൃത്തങ്ങൾ മാത്രം ഉപയോഗിക്കണം. ചോദ്യം നമ്പർ 3. അന്നാർജിതേന മുതൽ കൊണ്ടു കടക്ക വേണ്ടും വാർദ്ധക്യമെന്മതൊരു വൻകടൽ ഉണ്ട് മുമ്പിൽ. ഏത് കൃതി? വൈശികതന്ത്രം. അന്നാർജിതേന മുതൽ കൊണ്ടു കടക്ക വേണ്ടും വാർദ്ധക്യമെന്മതൊരു വൻകടൽ ഉണ്ട് മുൻപിൽ. വൈശികതന്ത്രത്തിലെ വരികളാണ്. ചോദ്യം നമ്പർ 4. പുതുമലർക്കാവിൽ വന്നെഴുമിളം കൊടികളും കൊടികൾ പൂവിതളിൽ നിന്റു തിരുമപ്പൊടികളും. ഇവിടെ വർണ്ണിക്കപ്പെടുന്ന സ്ഥലം. പൊയിലം വർണ്ണന. ഇത് പൊയിലം വർണ്ണനയാണ്. പുതുമലർക്കാവിൽ വന്നെഴുമിളം കൊടികളും കൊടികൾ പൂവിതളിൽ നിന്റു തിരുമപ്പൊടികളും. ഇവിടെ വർണ്ണിക്കുന്ന സ്ഥലം പൊയിലം. ചോദ്യം നമ്പർ 5. അഞ്ചുവണ്ണം മണിഗ്രാമം ഇവയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന കൃതി. ഇവയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന കൃതിയാണ് പയ്യന്നൂർ പാട്ട്. അഞ്ചുവണ്ണം മണിഗ്രാമം എന്നിവയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന കൃതിയാണ് പയ്യന്നൂർ പാട്ട്. ചോദ്യം നമ്പർ 6. ചേരുംപടി ചേർക്കുക. പട്ടിക 1. A. ചുവടുവയ്പും പാട്ടും, B. 4 പാദം പാന കളി, C. ഭദ്രകാളി ക്ഷേത്രങ്ങളും കെട്ടുകല്യാണവും, D. പാണന്മാർ. പട്ടിക 2. 1. കുത്തിയോട്ടം, 2. അടിച്ചുതുറപ്പാട്ട്, 3. യാത്രാക്കളിപ്പാട്ട്, 4. ബ്രാഹ്മണിപ്പാട്ട്, 5. തുയിലുണർത്ത് പാട്ട്. ശരിയായ ഉത്തരം A 1, B 3, C 4, D 5. ചുവടുവയ്പും പാട്ടും അത് കുത്തിയോട്ടം. ചുവടുവയ്പും പാട്ടും കുത്തിയോട്ടം. 4 പാദം പാന കളി യാത്രാകളിപ്പാട്ട്. 4 പാദം പാന കളി യാത്രാകളിപ്പാട്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളും കെട്ടുകല്യാണവും ബ്രാഹ്മണിപ്പാട്ട്. ഭദ്രകാളി ക്ഷേത്രവും കെട്ടുകല്യാണവും ബ്രാഹ്മണിപ്പാട്ട്. പാണന്മാർ തുയിലുണർത്ത് പാട്ട്. പാണന്മാർ തുയിലുണർത്ത് പാട്ട്. ചോദ്യം നമ്പർ 7. കോട്ടയം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്ന ശാസനം. കോട്ടയം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്ന ശാസനം വീരരാഘവ പട്ടയവും തരിസാപ്പള്ളി ശാസനവും. കോട്ടയം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്ന ശാസനം വീരരാഘവ പട്ടയവും തരിസാപ്പള്ളി ശാസനവും. ചോദ്യം നമ്പർ 8. ക്രമദീപിക ചർച്ച ചെയ്യുന്നത്. ക്രമദീപിക ചർച്ച ചെയ്യുന്നത് സംസ്കൃത നാടകാഭിനയത്തിൻ്റെ നാട്യക്രമം. ക്രമദീപിക ചർച്ച ചെയ്യുന്നത് സംസ്കൃത നാടകാഭിനയത്തിൻ്റെ നാട്യക്രമം. ചോദ്യം നമ്പർ 9. വിഭക്ത്യന്ത്യ സംസ്കൃത പദങ്ങൾ ഇല്ലാത്ത ഭാഷയെ ലീലാതിലകക്കാരൻ ഏതു ഗണത്തിൽ പെടുത്തുന്നു? നമ്പ്യാൻ തമിഴ്. വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ ഇല്ലാത്ത ഭാഷയെ ലീലാതിലകക്കാരൻ പെടുത്തുന്ന ഗണം നമ്പ്യാൻ തമിഴ്. ചോദ്യം നമ്പർ 10. എഴുത്തച്ഛൻ ധാരാളമായി ഉപയോഗിച്ച വൃത്തങ്ങൾ. കാകളി, കളകാഞ്ചി, കേക, അന്നനട. എഴുത്തച്ഛൻ ധാരാളമായി ഉപയോഗിച്ച വൃത്തങ്ങളാണ് കാകളി, കളകാഞ്ചി, കേക, അന്നനട. ചോദ്യം നമ്പർ 11. അഞ്ജന ശ്രീധര ചാരുമൂർത്തിയെ കൃഷ്ണ അഞ്ജലി കൂപ്പി വടങ്ങിടുന്നേൻ. ആരുടെ വരികൾ? പൂന്താനം. അഞ്ജന ശ്രീധര ചാരുമൂർത്തിയെ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേൻ. പൂന്താനത്തിൻ്റെ വരികളാണ്.
ചോദ്യം നമ്പർ 12. ഒറ്റക്കല്ലിങ്ങോടി വന്ന് മുഖമണ്ഡപം ഭവിച്ചു മറ്റൊന്നിതിൽ പരം മന്നർക്കാജ്ഞ കൊണ്ടാമോ? ഏതു രാജാവിൻ്റെ പ്രശസ്തിയാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്? ഉത്തരം മാർത്താണ്ഡവർമ്മ. ഒറ്റക്കല്ലിങ്ങോടി വന്ന് മുഖമണ്ഡപം ഭവിച്ചു മറ്റൊന്നിതിൽ പരം മന്നർക്കാജ്ഞ കൊണ്ടാമോ? ഏതു രാജാവിൻ്റെ പ്രശസ്തിയാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്? മാർത്താണ്ഡവർമ്മ. ചോദ്യം നമ്പർ 13. പറയൻതുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ പ്രധാനമായും ഉപയോഗിച്ച വൃത്തം. പറയൻതുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ പ്രധാനമായും ഉപയോഗിച്ച വൃത്തം മല്ലിക. പറയൻതുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ പ്രധാനമായും ഉപയോഗിച്ച വൃത്തം മല്ലിക. ചോദ്യം നമ്പർ 14. കാര്യം. മിഷണറി ഗദ്യം ആധുനിക ഗദ്യത്തിൻ്റെ മാതൃകയായി കണക്കാക്കാം. കാരണം എ. വാമൊഴിയോട് ചേർന്ന് പോകുന്ന വരമൊഴിയുടെ പ്രതിപാദനം. ബി. പറയുന്നതിൻ്റെ ഭംഗിയേക്കാൾ കാവ്യത്തിൻ്റെ വ്യക്തതയിലും കൃത്യതയിലുമുള്ള ശ്രദ്ധ. സി. വൈദേശിക ആശയങ്ങൾ പ്രതിപാദിക്കുന്നു. ഉത്തരം കാര്യം ശരി, കാരണം എയും ബിയും ശരി. കാര്യം ശരി, കാരണം എയും ബിയും ശരി. കാര്യം. മിഷണറി ഗദ്യം ആധുനിക ഗദ്യത്തിൻ്റെ മാതൃകയായി കണക്കാക്കാം. കാരണങ്ങൾ: 1. വാമൊഴിയോട് ചേർന്ന് പോകുന്ന വരമൊഴിയുടെ പ്രതിപാദനം. പറയുന്നതിൻ്റെ ഭംഗിയേക്കാൾ കാവ്യത്തിൻ്റെ വ്യക്തതയിലും കൃത്യതയിലുമുള്ള ശ്രദ്ധ. ചോദ്യം നമ്പർ 15. ശരിയായ കാലക്രമം ഏത്? ശരിയായ കാലക്രമത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉദയംപേരൂർ സുനഹദോസ്, വേദതർക്കം, സംക്ഷേപ വേദാർത്ഥം. ഉദയംപേരൂർ സുനഹദോസ്, വേദതർക്കം, സംക്ഷേപ വേദാർത്ഥം, വർത്തമാന പുസ്തകം. ഉദയംപേരൂർ സുനഹദോസ്, വേദതർക്കം, സംക്ഷേപ വേദാർത്ഥം, വർത്തമാന പുസ്തകം. ചോദ്യം നമ്പർ 16. ചേരുംപടി ചേർക്കുക. പട്ടിക 1. എ. മലയാളം പോർച്ചുഗീസ് നിഘണ്ടു. ബി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. സി. മലയാളം നിഘണ്ടു. ഡി. ലത്തീൻ നിഘണ്ടു. പട്ടിക 2. റിച്ചാർഡ് കോളിൻസ്, വാലന്റിനി മാൻഫ്രതി, ബെഞ്ചമിൻ ബെയ്ലി, അർണോസ് പാതിരി, റോബർട്ട് ഡ്രമണ്ട്. ശരിയായ ഉത്തരം എ 4, ബി 3, സി 1, ഡി 2. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് മലയാളം പോർച്ചുഗീസ് നിഘണ്ടു, അർണോസ് പാതിരി. മലയാളം പോർച്ചുഗീസ് നിഘണ്ടു, അർണോസ് പാതിരി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, ബെഞ്ചമിൻ ബെയ്ലി. മലയാളം നിഘണ്ടു, റിച്ചാർഡ് കോളിൻസ്. മലയാളം നിഘണ്ടു, റിച്ചാർഡ് കോളിൻസ്. ലത്തീൻ നിഘണ്ടു, വാലന്റിനി മാൻഫ്രതി. അപ്പോൾ മലയാളം പോർച്ചുഗീസ് നിഘണ്ടു അർണോസ് പാതിരി, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി, മലയാളം നിഘണ്ടു റിച്ചാർഡ് കോളിൻസ്, ലത്തീൻ നിഘണ്ടു വാലന്റിനി മാൻഫ്രതി. ചോദ്യം നമ്പർ 17. ചേരുംപടി ചേർക്കുക. പട്ടിക 1. മലയാളി, നസ്രാണി ദീപിക, വിദ്യാവിനോദിനി, മാതൃഭൂമി. പട്ടിക 2. ടി.ജെ. പൈലി, സി.പി. അച്യുതമേനോൻ, കെ.പി. കേശവമേനോൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, പേട്ടയിൽ രാമൻപിള്ള. ശരിയായ ഉത്തരം എ 4, ബി 1, സി 2, ഡി 3. മലയാളി, പേട്ടയിൽ രാമൻപിള്ള. നസ്രാണി ദീപിക, ടി.ജെ. പൈലി. വിദ്യാവിനോദിനി, സി.പി. അച്യുതമേനോൻ. മാതൃഭൂമി, കെ.പി. കേശവമേനോൻ. മലയാളി, പേട്ടയിൽ രാമൻപിള്ള. നസ്രാണി ദീപിക, ടി.ജെ. പൈലി. വിദ്യാവിനോദിനി, സി.പി. അച്യുതമേനോൻ. മാതൃഭൂമി, കെ.പി. കേശവമേനോൻ. ചോദ്യം നമ്പർ 18. ചേരുംപടി ചേർക്കുക. പട്ടിക 1. സൂര്യഗീതം, മരത്തിന് സ്തുതി, ജലഭൂപടം, കാടെവിടെ മക്കളെ. പട്ടിക 2. അയ്യപ്പ പണിക്കർ, വീരാൻകുട്ടി, സുഗതകുമാരി, ഒ.എൻ.വി. കുറുപ്പ്. ശരിയായ ഉത്തരം എ 4, ബി 3, സി 2, ഡി 1. സൂര്യഗീതം ഒ.എൻ.വി. കുറുപ്പ്. സൂര്യഗീതം ഒ.എൻ.വി. കുറുപ്പ്.
മരത്തിന് സ്തുതി സുഗതകുമാരി. മരത്തിന് സ്തുതി സുഗതകുമാരി. ജലഭൂപടം വീരാൻകുട്ടി. ജലഭൂപടം വീരാൻകുട്ടി. കാടെവിടെ മക്കളെ അയ്യപ്പ പണിക്കർ. സൂര്യഗീതം ONV കുറുപ്പ്. മരത്തിന് സ്തുതി സുഗതകുമാരി. ജലഭൂപടം വീരാൻകുട്ടി. കാടെവിടെ മക്കളെ അയ്യപ്പ പണിക്കർ. ചോദ്യം നമ്പർ 19. ചേരുംപടി ചേർക്കുക. പട്ടിക 1 കുന്ദൻ, ശിവൻകുട്ടി, സേതു, ദാസൻ. പട്ടിക 2 ഉഷ്ണമേഖല, കാലം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ സ്മാരകശിലകൾ, മരുഭൂമികൾ ഉണ്ടാകുന്നത്. ശരിയായ ഉത്തരം A 5, B 1, C 2, D 3. കുന്ദൻ മരുഭൂമികൾ ഉണ്ടാകുന്നത്. കുന്ദൻ മരുഭൂമികൾ ഉണ്ടാകുന്നതിലെ കഥാപാത്രമാണ്. ശിവൻകുട്ടി ഉഷ്ണമേഖല, സേതു കാലം, ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. കുന്ദൻ മരുഭൂമികൾ ഉണ്ടാകുന്നത്, ശിവൻകുട്ടി ഉഷ്ണമേഖല, സേതു കാലം, ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ.